2026 വരാൻ പോവുകയാണ്. റെസൊല്യൂഷന്റെ സമയം അടുത്തെത്തിയിരിക്കുന്നു. ജനുവരി എന്നൊരു മാസം ഉണ്ടെങ്കിൽ, അതായത് ഡിസംബറിന്റെ അവസാനത്തെ ആഴ്ച ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു മനസ്സിനകത്ത് തന്നെ നമ്മൾ തന്നെ പുതിയ വർഷം വരാൻ പോവുകയാണ്, ഞാനൊരു പുതിയ റെസൊല്യൂഷനൊക്കെ സെറ്റ് ചെയ്യണം, ഞാൻ ഇതിൻ്റെ ഒരു ഡിസിപ്ലിനൊക്കെ ബിൽഡ് ചെയ്ത് ഇന്നൊരു കാര്യം ചെയ്യണം എന്നൊക്കെ നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്യുന്ന ഒരു സമയമാണല്ലേ. ഇപ്പോൾ എൻ്റെ ലൈഫിലും ഞാൻ 2023 വരെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് 2023 എന്താണെന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. കാരണം എന്താ വെച്ചാൽ അതുവരെ ഞാൻ എല്ലാ വർഷത്തിന്റെ ആദ്യം ജാനുവരി, അത് ക്രിസ്മസ് ഒക്കെ കഴിയുന്നതിന് നമുക്ക് തോന്നും വെക്കേഷനൊക്കെയാണ്. പിന്നെ ജാനുവരി നമ്മൾ കൊച്ചിയിലായിരുന്നു, ഞാൻ എൻ്റെ കുട്ടിക്കാലമൊക്കെ. അപ്പം നമ്മൾ ആ കൊച്ചി കാർണിവലിൽ പോകും, പരിപാടികൾക്കൊക്കെ പോകും. അപ്പോൾ നമ്മൾ ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. അതായത് എനിക്ക് ജിമ്മിൽ പോയിട്ട് എൻ്റെ ബോഡി സെറ്റ് ആക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കടമെല്ലാം തീർക്കും, അല്ലെങ്കിൽ പുതിയൊരു ജോലി കണ്ടെത്തും, അല്ലെങ്കിൽ ഇടയിലായിട്ട് ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, ഞാൻ അടിപൊളിയായിട്ട് പഠിക്കും, എനിക്ക് ഞാനൊരു റുട്ടീൻ കൊണ്ടുവരും പഠിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രം നമുക്ക് ഇത്ര മോട്ടിവേഷൻ തോന്നുന്നത്? പക്ഷെ മോട്ടിവേഷൻ കൊണ്ട് മാത്രമാണ് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഡിസിപ്ലിൻ ആണ് ഇതിൻ്റെ പുറകിലുള്ള ശരിക്കുമുള്ള ഹാബിറ്റ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഇപ്പൊ റെസൊല്യൂഷൻ, അതായത് ഇത് പറഞ്ഞ മുമ്പ് റെസൊല്യൂഷൻ എടുക്കാതെ തന്നെ ഞാൻ എങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു 2 വർഷം കൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ 80%, ഞാൻ 100% ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല, പക്ഷേ 80% ഞാൻ അച്ചീവ് ചെയ്തു. അപ്പം അത് എങ്ങനെയാണെന്നുള്ള ഒരു സിമ്പിൾ സ്റ്റെപ്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സ്റ്റെപ്സ് അല്ലെങ്കിൽ സിസ്റ്റംസ് എന്ന് പറയാം. അത് എന്താണെന്നുള്ള അവസാനം ഞാൻ ഒരു കോട്ട് വെച്ചിട്ട് പറയാം സിസ്റ്റംസ് എന്താണെന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു എക്സാമ്പിൾ പറയാം. 2022 ഞാൻ കാനഡയിൽ ആ സമയത്ത് ഞാൻ സ്റ്റുഡൻ്റൊക്കെ ആയിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞു, ജോലിയൊക്കെ കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ജോലിയൊക്കെ കിട്ടി, നമ്മൾ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു. ജനുവരി ആയതിന് നമ്മൾ ഇപ്പം ആ ഒരു കാലഘട്ടം, പഠിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കം ഒക്കെ ഒരു കണക്കാണ്, പാർട്ട് ടൈം ചെയ്യണം, പിന്നെ നമ്മൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം, പിന്നെ നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗെയിമിംഗ് ഉണ്ടായിരുന്നു, നമ്മൾ PS4 ഒക്കെ മേടിച്ച് വെച്ചിട്ട് നമ്മൾ ഗെയിംസ് കളിക്കാനായിട്ട് നിന്ന്. അപ്പോൾ നമ്മൾ അതായത് കാനഡയിൽ നമ്മൾ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നൊരു സമയമാണ്. അപ്പം നമ്മൾ എല്ലാ ഫാസ്റ്റ് ഫുഡ് ചെയിനിലും പോയിട്ട് നമ്മൾ എല്ലാ ഫുഡുകളൊക്കെ അടിക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം വണ്ണമൊക്കെ എനിക്ക് വെച്ചായിരുന്നു. വണ്ണമൊക്കെ വെച്ച് നമ്മൾ ഒരു ലേസി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തൊരു സമയമാണ്. അപ്പോൾ 2022 ജനുവരി ഞാനിങ്ങനെ ഡിസിഷൻ എടുക്കുകയാണ്. ഞാനിങ്ങനെ 1-ാം തീയതി എടുത്തിട്ട് ഞാൻ അടിപൊളിയായിട്ട് എൻ്റെ ബോഡി ബിൽഡ് ചെയ്യും, 6 പാക്ക് ഞാൻ ബിൽഡ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് എൻ്റെ മുമ്പിൽ ഞാൻ വെച്ച പ്ലാൻ. പക്ഷേ നിങ്ങൾക്ക് അറിയാം 2022 6 മാസം കഴിഞ്ഞിട്ടും 6 മാസത്തിനുള്ളിൽ ഞാൻ അച്ചീവ് ചെയ്യും എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ അന്ന് വീഡിയോസ് കാണുന്നു, നമ്മൾ ജിം റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് കാണുന്നു, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പല രീതിയിലൊക്കെ നമ്മൾ എയിം ചെയ്തു. അതുപോലെ തന്നെ ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു. അവിടെ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നതാണ്, നമ്മൾ 1-ാം തീയതി തന്നെ പോകും, ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കും. ഏറ്റവും കൂടുതൽ ജിമ്മിൽ മെമ്പർഷിപ്പ് വരുന്ന സമയം ജനുവരി 1-ാം തീയതിയാണ്, കാരണം നിങ്ങൾക്കറിയാം. അപ്പം അതുപോലെ ഞാനും എടുത്തു. നമ്മൾ ഒരു 1000 ദിവസം പോയി. എൻ്റെ കൂടെ തന്നെ എൻ്റെ റൂംമേറ്റ് ജിമ്മിൽ പോകുന്നിടത്തുണ്ടായിരുന്നു. അവൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നു. അവൻ പക്ഷേ 9-ാം ക്ലാസ് തൊട്ട് അവൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അവനോട് നമ്മൾ ചോദിച്ച് അവൻ്റെ കൂടെ നമ്മൾ വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാക്കൊക്കെ കൊടുത്ത്, ഞാനും വേറെ ഇതിനോട് വാക്കൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തു. 1-ാം ദിവസം പോയി, അതിൽ കുഴപ്പമുണ്ടായില്ല, മോട്ടിവേഷൻ കുഴപ്പമില്ലായിരുന്നു. 2-ാം ദിവസം പോയി, കുഴപ്പമില്ലായിരുന്നു. 3-ാം ദിവസം കഴിഞ്ഞു, വലിയ കുഴപ്പമില്ല. 4-ാം ദിവസമായിരുന്നു നമുക്ക് ചെറിയ മടിയൊക്കെ തുടങ്ങി. കാരണം അന്ന് ആ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിൻ്ററാണ്, നല്ല തണുപ്പിൻ്റെ സമയമാണ്, ഏകദേശം -20 ഡിഗ്രീസ് ഒക്കെ വരുന്ന സമയമാണ്. അപ്പോൾ പുറത്ത് പോകണം. അപ്പോൾ ജോലി കിട്ടി. പക്ഷേ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ മെനക്കെട്ട് ജിമ്മിന് പോകാൻ വേണ്ടിയുള്ള ക്ലോത്ത്സ് ഒക്കെ എടുത്ത് പാക്കൊക്കെ ചെയ്ത് അത് പോകണം. അതിനുള്ള ബുദ്ധിമുട്ട്, മടി. പിന്നെ ഡയറ്റ് ഫോളോ ചെയ്യണം. നമ്മൾ ഫാസ്റ്റ് ഫുഡ് എല്ലാം കഴിച്ചുകൊണ്ട് വന്നിരുന്നത് അതിൽ നിന്നെല്ലാം പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് ഡയറ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ അവൻ പറയുന്ന ഡയറ്റൊക്കെ ആദ്യമേയൊക്കെ 1-2 ദിവസമൊക്കെ ട്രൈ ചെയ്ത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ചോറും കറികളൊക്കെ ഇട്ടിട്ട് നമുക്ക് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ റെഡി ചെയ്ത് നമ്മൾ Uber Eats ഒക്കെ മേടിച്ചിട്ട് കഴിക്കുന്ന ശീലമായിരുന്നു. അപ്പം അതൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. 3 ദിവസം കൊണ്ട് തന്നെ എനിക്ക് സെൻസ് ചെയ്ത് തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് കഥ ഊഹിക്കാം, ഒരാഴ്ച പോയില്ല. പിന്നെ നമ്മൾ വീണ്ടും ഒരു സ്പൈക്ക് വന്നു, നമ്മളൊരു മോട്ടിവേഷൻ സ്പൈക്ക് വന്നു, വീണ്ടും ഒരാഴ്ച ട്രൈ ചെയ്തു, നടന്നില്ല. അപ്പോൾ ജനുവരി ഞാൻ കടന്നുപോയി. ഫെബ്രുവരി ആയതിന് പിന്നെ കംപ്ലീറ്റ്ലി ഡെഡ്. അതായത് നമ്മൾ ആ സെറ്റ് ചെയ്ത ഡിസിപ്ലിൻ, അത് എനിക്ക് ബോഡി ബിൽഡ് ചെയ്യണം എന്ന് ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ ചെയ്തേയില്ല. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ചെയ്ത സിനാരിയോസ് ഉണ്ട്. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ നാളെ കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആയിരിക്കും. എനിക്ക് ജിം ഒരു നല്ലൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഉണ്ടായൊരു കാര്യമാണ്. അപ്പം ഞാൻ ഇത് ഓവർകം ചെയ്തു. അപ്പോൾ 2023 മുതൽ ഞാൻ തീരുമാനിച്ചു ഞാൻ ഇനി റെസൊല്യൂഷൻ എടുക്കത്തില്ല. അതായത് 2023 ജനുവരി തൊട്ട് ഞാൻ തീരുമാനിച്ചു, ജനുവരി 1-ാം തീയതി എനിക്ക് നോ റെസൊല്യൂഷൻ, നോട്ട് ഗോണ മേക്ക് എനി റെസൊല്യൂഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2023 ഞാൻ 2022 അവസാനമായിത്തീരുന്നു, നവംബറൊക്കെ ആയതിന് ഞാൻ സെറ്റ് ചെയ്തു, എനിക്ക് അടുത്ത വർഷം എനിക്ക് ഇന്നൊരു ടാർഗറ്റ് ഉണ്ട്. പക്ഷേ ഞാനത് റെസൊല്യൂഷനായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ഞാനതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി 2023 തൊട്ട് ഞാൻ ചെയ്ത ഒരു സിമ്പിൾ സിസ്റ്റം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 3 സ്റ്റെപ്പേ ഉള്ളൂ.
നമ്പർ 1, സ്റ്റാർട്ട് സ്മോൾ. അപ്പോൾ 2023 ഞാൻ ഡിസൈഡ് ചെയ്ത് എനിക്ക് ബോഡി കുറച്ചുകൂടെ ബെറ്റർ ആക്കണം. അതായത് എനിക്കൊരു 6 പാക്ക് വേണമെന്ന് ഞാൻ ഡിറ്റർമൈൻ ചെയ്തില്ല. നമ്മൾ എപ്പോഴും എയിം ചെയ്യുമ്പോൾ നമ്മൾ കിടിലൻ സാധനമാണല്ലോ എയിം ചെയ്തിട്ടുള്ളൂ. 6 പാക്ക് വേണ്ട, എനിക്ക് എൻ്റെ വണ്ണം കുറയ്ക്കണം. എൻ്റെ വെയിറ്റ് ഇപ്പോൾ 80 കിലോസ് എന്നുള്ള വെയിറ്റ് എനിക്കൊരു 68 കിലോസ് ആക്കിയിട്ട് 12 കിലോ എനിക്ക് കുറയ്ക്കണം എന്നുള്ളതായിരുന്നു ഞാൻ സെറ്റ് ചെയ്തൊരു ടാർഗറ്റ്. അപ്പം നമ്മളിപ്പോൾ ടാർഗറ്റ് എന്നത് ആകെ വെയിറ്റ്, അപ്പം ഞാൻ എങ്ങനെ ആലോചിച്ചു, എനിക്ക് 6 മാസം കൊണ്ടൊന്നും വേണ്ട, അടുത്ത വർഷം തൊട്ട് ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും, അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തത് ഹോം ബേസ്ഡ് വർക്കൗട്ടാണ്. അതായത് കൊറോണ സമയത്ത് ഞാനിങ്ങനെ നമ്മൾ ഒരുപാട് പേര് വീട്ടിനകത്ത് വിട്ടുപോയപ്പോൾ ഒരുപാട് ഈ വർക്കൗട്ട് ചെയ്യുന്നത് തന്നെ ട്രെയിനിങ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ലൈക്ക് ഹോം ബേസ്ഡ് വർക്കൗട്ട്സ് ഡെവലപ്പ് ചെയ്തായിരുന്നു. ഒരുപാട് കണ്ടന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2023 ആയതിന് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാം തന്നെ ഒരുപാട് കണ്ടന്റ്സ് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്തിന് ഞാനൊരു 1-2 എനിക്ക് അറിയാവുന്ന ഫോളോ ചെയ്ത് വർക്കൗട്ട് റുട്ടീൻസ് ബിൽഡ് ചെയ്യുന്ന ആളുകളുടെ കുറച്ച് ഹോം ബേസ്ഡ് വർക്കൗട്ട്സ് ഒക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തു. അത് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇത്രേ ഉള്ളൂ, 25 പുഷപ്പ് ഡെയിലി ചെയ്യും എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. അപ്പോൾ അത് മാത്രമേ വെച്ചിരുന്നുള്ളൂ. അത് ഡെയിലി ഞാനത് ട്രൈ ചെയ്യും. 25 എന്നുള്ള 10 അടിച്ചാൽ പോലും അതൊരു വിജയമാണ്, ലൈക്ക് ഇറ്റ്സ് എ വിൻ. അപ്പോൾ അതാണ് ഞാൻ സെറ്റ് ചെയ്ത ടാർഗറ്റ്. ലൈക്ക് അത് ആക്ച്വലി ചേഞ്ച് ദ ഗെയിം. എൻ്റെ ആകെ റിക്വയർമെൻറ്റ് എന്താണ്, എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താ ആകെ ചെയ്യാൻ പോകുന്നത്, 25 പുഷപ്പ് ചെയ്യാൻ. ഇപ്പോൾ തുടക്കത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്, ഐ എഗ്രി. പക്ഷേ നമ്മളിപ്പോൾ ഒരു 10 പുഷപ്പ് ഇൻറ്റു 2 ചെയ്ത് പിന്നെ ഒരു 5 വരെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിന് നമുക്ക് കൂടി ഒരു 5 മിനിറ്റ് മതിയില്ലേ. ആ 5 മിനിറ്റാണ് ലോക്കിംഗ് പീരീഡ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പോൾ എനിക്ക് ജിമ്മിൽ പോകണമെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യണം 2022. ഇത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 10 ദിവസം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു. 1-2 ദിവസം ബ്രേക്ക് വന്നു, പക്ഷേ ഞാൻ വീണ്ടും തിരിച്ചു വന്നു. കാരണം 5 മിനിറ്റ് ചെയ്താൽ മതിയില്ല, നമ്മൾ വരുമ്പോൾ ഞാനത് ചെയ്തില്ല. അപ്പോൾ കിടക്കണ തൊട്ടുമ്പോഴപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ താഴെ ചെയ്യാൻ പറ്റും, ഒരു സ്ഥലമൊന്നും വേണ്ട, നമുക്ക് ആർക്കും എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് ഏകദേശം പുഷപ്പ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ക്രമേണ ഞാൻ പുഷപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ 25 പുഷപ്പ്, 15 സ്ക്വാട്ട്, 1 മിനിറ്റ് പ്ലാങ്ക്, ഇത്രയും 3 സ്റ്റെപ്സ് ഞാൻ ആഡ് ചെയ്തു. ഇതായിരുന്നു എൻ്റെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പുഷപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ അറിയാം, പുഷ് ചെയ്യുന്നൊരു സ്റ്റൈലാണ്. പിന്നെ സ്ക്വാട്ട് എന്ന് പറഞ്ഞാൽ ലെഗ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. പിന്നെ പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെല്ലി മറ്റു സാധനങ്ങൾ വേറെ കുറയ്ക്കാനായിട്ടുള്ള. ഇത് 3 ചെയ്തത് തന്നെ ഒരു 2 മാസം കൊണ്ട് ഐ സോ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച്. അപ്പോൾ അതെനിക്ക് മനസ്സിലായി, ലൈക്ക് യു നീഡ് ടു ഡു ലൈക്ക് സിമ്പിൾ തിങ്സ്. അത് നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഒരിക്കലും വലിയൊരു സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ചിലവർ ഡിറ്റർമൈൻഡ് ആണ്, ചിലർക്ക് അതിനകത്ത് പാഷൻ ഉണ്ട്, അവർ ഏതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഡിറ്റർമൈൻഡ് അല്ലാത്തൊരു വ്യക്തിയാണ്, നിങ്ങൾ റെസൊല്യൂഷൻ എടുത്തിട്ട് പല റെസൊല്യൂഷൻസ് എടുത്തിട്ട് വിജയിക്കാത്തൊരു വ്യക്തിയാണ്. ഞാനിപ്പോൾ ജിമ്മിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് മാത്രമാണ് പറഞ്ഞത്. നമുക്ക് ജീവിതത്തിൻ്റെ ഏത് എക്സാമ്പിൾ, ഇപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ചൊരു സ്റ്റേബിൾ ആകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഇത്ര ബുക്സ് വായിച്ച് തീർക്കണം, ഇത് തന്നെ ഈ ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ എൻ്റെ ഫൈനാൻസിൽ അപ്ലൈ ചെയ്ത്, റീഡിങ്ങിൽ അപ്ലൈ ചെയ്ത്, ഒരു സിമ്പിൾ സ്റ്റെപ്പിൽ സ്റ്റാർട്ട് ചെയ്യുക, ഒരു സിമ്പിൾ കാര്യം ചെയ്യുക. ബുക്കിൻ്റെ എക്സാമ്പിൾ ഞാൻ വീണ്ടും പറയാം. ദിവസം ഞാൻ ആദ്യം വായിക്കാൻ നോക്കിയത്, ഞാൻ ഒരു ബുക്ക് ഒരാഴ്ച കൊണ്ട് വായിച്ച് തീർക്കും എന്നൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്, പക്ഷെ നടക്കില്ല. ഞാൻ അത്ര എയിം ചെയ്തുള്ളൂ, ഐ വിൽ റീഡ് 1 പേജ് എ ഡേ. അതായിരുന്നു എൻ്റെ ടാർഗറ്റ് സ്റ്റാർട്ട് ചെയ്തത്. കറണ്ട്ലി ഐ എം റീഡിങ് ലൈക്ക് 20 പേജസ് എ ഡേ. അപ്പോൾ അതൊരു 1-2 വർഷം കൊണ്ട് എടുത്ത ഒരു ബിൽഡ് ആയിട്ട് വന്നൊരു ഹാബിറ്റാണ്, പക്ഷേ അതൊരു പാർട്ട് ഓഫ് മൈ ലൈഫാണ്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് അവിടെ ഫൈനാൻഷ്യലി ഞാൻ അത് അപ്ലൈ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സിമ്പിൾ സ്റ്റെപ്പിൽ, ഒന്നാമത്തെ സ്റ്റെപ്പാണ്, ഒരു സിമ്പിൾ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യാനുള്ള റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുക. അത് ജനുവരി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട, ഇപ്പോൾ തന്നെ, അതായത് ഇന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേക്ക് ഷുവർ ദാറ്റ് യു മേക്ക് എ സിമ്പിൾ സ്റ്റെപ്പ്. രണ്ടാമതായിട്ട് നെവർ ബ്രേക്ക് ദ ചെയിൻ. അതായത് നമ്മുടെ ആ ചെയിൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യാണ്ടിരിക്കാനായിട്ട് നമ്മുടെ മൈൻഡിനെ തന്നെ നമ്മൾ ലോക്കിൻ ചെയ്യാം. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം ഞാൻ കൂടുതൽ പറയാനുള്ള റീസൺ അതായത് നമ്മൾ എത്രത്തോളം സിമ്പിളായിട്ടാണ് നമ്മൾ അതിനെ സെറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വളരെ പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ചെയിൻ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. തുടക്കത്തിൽ എന്തായാലും ബ്രേക്ക് ആവും, ഡോണ്ട് വറി, കം ബാക്ക്, ഡു ഇറ്റ് അഗെയിൻ. മൂന്നാമതായിട്ട് ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്. നമ്മളെപ്പോഴും പറയുന്നത് എന്താ, ഞാൻ ശ്രമിക്കാം, ഐ വിൽ ട്രൈ. അതിന് പകരം യു സേ ഐ എം കൺസിസ്റ്റൻറ്റ്, ഐ എം ഡൂയിങ് ദിസ്. അപ്പോൾ നമ്മുടെ ബ്രെയിനെ തന്നെ റീവയർ ചെയ്യാണ്. അത് ഒത്തിരി നിങ്ങളെ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന എൻ്റെ 3 സ്റ്റെപ്പ് സിസ്റ്റം. ജെയിംസ് ക്ലിയർ പറഞ്ഞ, അല്ലെങ്കിൽ ജെയിംസ് ഇങ്ങനെ ആറ്റോമിക്സ് ഹാബിറ്റ്സിൽ പുള്ളി പറയുന്ന ഒരു ടേം ഉണ്ട്. ആ ടേമാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. 2023 ഞാൻ ബുക്ക് വായിക്കുന്നത്. ജെയിംസ് ക്ലിയർ പറഞ്ഞതാണ്, യു ഡു നോട്ട് റൈസ് ടു ദ ലെവൽ ഓഫ് യുവർ ഗോൾസ്, യു ഫോൾ ടു ദ ലെവൽ ഓഫ് യുവർ സിസ്റ്റംസ്. അതായത് നമ്മൾ എന്താണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിലേക്കാണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗോളായാലും നമ്മുടെ ഡിസിപ്ലിൻ ആയാലും എന്ത് സാധനമായാലും നമ്മളെന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്, ആ ചെയ്ത് വെച്ച സിസ്റ്റത്തിലാണ് നമ്മുടെ ബാക്കിയുള്ള ലൈഫ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി വളരെ ബോറിംഗ് ആയിട്ടുള്ള സംഭവമാണ്, ബട്ട് ബിലീവ് മീ, ഇറ്റ് ഈസ് വെരി പവർഫുൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കട്ടെ.
നിങ്ങൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനുള്ള ആളുകളാണ്. നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന മലയാളിഫൈങ് ലൈഫ് സ്കിൽസ് നമ്മുടെ ലൈഫിലെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ബേസ്ഡ് സിമ്പിളായിട്ട് നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചാനലിൽ പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.